നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സൗദി അറേബ്യയിൽ ഉൾപ്പെടെ നിരവധി ഗൾഫ് രാഷ്ട്രങ്ങളിൽ കനത്ത പൊടിക്കാറ്റാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ സൗദിയിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചുകൊണ്ടാണ് പൊടിക്കാറ്റ് റിപ്പോർട്ട് ചെയ്തത്. ഇതുമൂലം തൊഴിൽ പോലും നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നെന്ന് പ്രവാസികൾ പറഞ്ഞു. ഇപ്പോഴാ തലസ്ഥാന നഗരിയായ റിയാദിലുണ്ടായ ശക്തമായ പൊടിക്കാറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 200 വാഹനാപകടങ്ങളാണ്. റിയാദിൽ ശനിയാഴ്ച ആരംഭിച്ച പൊടിക്കാറ്റ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. പൊടിക്കാറ്റിൽ ഡ്രൈവർമാരുടെ കാഴ്ചാപരിധി കുറഞ്ഞതാണ് അപകടങ്ങൾക്ക് കാരണമായത്. പലയിടങ്ങളിലും പൊടിക്കാറ്റ് വലിയ ഗതാഗത സ്തംഭനത്തിന് കാരണമായി. വാഹനം ഓടിക്കുന്നവർക്ക് ട്രാഫിക് വിഭാഗം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പകൽ സമയത്തും ഹെഡ്ലൈറ്റ് തെളിയിച്ചു മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. വാഹനങ്ങൾക്കിടയിൽ സുരക്ഷിത അകലം ഉറപ്പാക്കുകയും വേഗം കുറയ്ക്കുകയും വേണം. അനിവാര്യ സാഹചര്യങ്ങളിലൊഴികെ ട്രാക്കുകൾ മാറരുത്. ഹൈവേകളിലും എക്സിറ്റുകളിലും ട്രാഫിക് പോലീസ് സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ആളുകൾ പുറത്തിറങ്ങാവൂ എന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധിയായ അസുഖങ്ങളുള്ള ആളുകൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. 2 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ പൊടിക്കാറ്റാണ് സൗദിയിൽ അനുഭവപ്പെടുന്നത്. പൊടിക്കാറ്റിനെ തുടർന്ന് റിയാദിൽ മാത്രം 182 വാഹനാപകടങ്ങളാണ് ഉണ്ടായതെന്ന് ട്രാഫിക് വിഭാഗം അറിയിച്ചു. എന്നാൽ അപകടങ്ങളിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. റിയാദ് നഗരത്തിന് പുറമെ റിയാദ് പ്രവിശ്യയിൽപ്പെട്ട അൽ ഖർജ്, ദിർഇയ, അൽദലം, മുസാഫ്മിയ, റുമാഹ്, മറാത്ത്, താദിഖ് എന്നിവിടങ്ങളിലെല്ലാം പൊടിക്കാറ്റ് അനുഭവപ്പെട്ടു. പൊടിക്കാറ്റ് കാരണം റിയാദ് വിന്റർ വണ്ടർലാൻഡ് ഏരിയ അടച്ചതായി റിയാദ് സീസൺ അറിയിച്ചു. മോശം കാലാവസ്ഥ മൂലം കാഫ് അൽ റിയാദ് പരിപാടി നീട്ടിവച്ചതായി റിയാദ് നഗരസഭയും അറിയിച്ചു. കിഴക്ക് മധ്യ പ്രവിശ്യകളിൽ നിന്ന് പൊടിക്കാറ്റ് അൽബഹ, മക്ക, മദീന ഭാഗങ്ങളിലേക്കും വ്യാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കഴിഞ്ഞു. റിയാദും ദമാമും ഉൾപ്പെടുന്ന മധ്യകിഴക്ക് പ്രവിശ്യകളിലും ജീസാൻ, അസീർ ഭാഗങ്ങളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.